നമ്മളോട് ഇവിടെ തിയറം 10.5 എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മളൊരു ഗ്രാഫ് എടുക്കുന്നു. ആ ഗ്രാഫിൽ നമ്മളൊരു ഡയറക്ഷൻ കൊടുക്കുന്നു. ആ ഡയറക്ഷൻ കൊടുത്തിട്ട് നമ്മൾ ഈ വേർട്ടെക്സ് വീനെ നോക്കിയിട്ട് അതിൽ ഏറ്റവും മിനിമം ഡിഗ്രി ആയിട്ടുള്ള വേർട്ടെക്സിനെ നമ്മൾ കൺസിഡർ ചെയ്തു. അതിൻ്റെ ഡിഗ്രി എന്താ? ഡെൽറ്റ ആയിരിക്കും വരിക അല്ലേ. ഇനി ആ മിനിമം ഡിഗ്രി ഡെൽറ്റ മൈനസ് നമ്മൾ നോക്കുക. ഡെൽറ്റ മൈനസ് എന്ന് പറയുമ്പോൾ ഒരു വേർട്ടെക്സിലേക്ക് വരുന്ന ഗ്രാഫുകൾ ഉണ്ടാവില്ല. ഇപ്പോൾ ഡയറക്ഷൻ ഇപ്പോൾ നോക്കിയേ, ഈ വേർട്ടെക്സ് വിയിലേക്കാണ് നമ്മുടെ ഡയറക്ഷൻ വരുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡെൽറ്റ മൈനസ് നമ്മുടെ ഈ വി മൈനസ് ആയിരിക്കും. ഓക്കെ, എന്നാൽ നമ്മളൊരു വേറെ വേർട്ടെക്സ് എടുത്തു. ആ വേർട്ടെക്സിൽ നിന്നാണ് നമ്മുടെ ഗ്രാഫ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് വി പ്ലസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡെൽറ്റ മൈനസ് എന്ന് പറയുന്നത് ഇൻ ഡിഗ്രിയാണ്, ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്നത് ഔട്ട് ഡിഗ്രിയാണ്. അപ്പോൾ മിനിമം ഔട്ട് ഡിഗ്രിയും മിനിമം ഇൻ ഡിഗ്രിയും നമ്മളൊരു ഗ്രാഫിൽ കൺസിഡർ ചെയ്തപ്പോൾ അതെല്ലാം v/2 വലുതാണെന്നും v/2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണെന്നും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിയിൽ ഒരു ഡയറക്റ്റഡ് ഹാമിൽട്ടോണിയൻ സൈക്കിൾ ഉണ്ടാവുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ കോൺട്രഡിക്ഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഈ കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ഡി ഒരു ഡയറക്റ്റഡ് ഹാമിൽട്ടോണിയൻ സൈക്കിൾ അല്ല നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്രാഫിൽ ഒരു സൈക്കിൾ കണ്ടുപിടിക്കാൻ പറ്റും. ആ സൈക്കിളിൻ്റെ ലെങ്ത്ത് ഞാൻ ആയിട്ട് എടുക്കുകയാണ്. ഈ എന്തായാലും നമ്മുടെ v/2 വലുതായിരിക്കുമെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിന് മുന്നത്തെ തിയറത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ v/2 വലുതായിരിക്കും നമ്മുടെ എന്ന് പറയുന്ന ലെങ്ത്ത്. ഇനി ഞാൻ ഈ സൈക്കിളിൻ്റെ പുറത്ത് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ലെങ്ത്ത് ഉണ്ടാവുമല്ലോ, അതിന് ഞാൻ പി എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ഒരു ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഡയറക്റ്റഡ് പാത്ത് ഉണ്ടാവും, അതിന് ഞാൻ പി എന്ന് വിളിക്കുകയാണ്. ഈ പി സ്റ്റാർട്ട് ചെയ്യുന്നത് യുയിലാണ്, എൻഡ് ചെയ്യുന്നത് വിയിലാണ്. ഇങ്ങനെ നമ്മൾ എടുത്തു. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത് നോക്കിയേ. നമ്മുടെ വേർട്ടെക്സ് വിയിൽ നമുക്ക് ഇതിലുള്ള ഇതിലെ എഡ്ജസിൻ്റെ എണ്ണം നോക്കാം. നമ്മൾ വേർട്ടെക്സ് വെച്ചിട്ട് ഇതിൻ്റെ എഡ്ജസിൻ്റെ എണ്ണം നോക്കാം. ഈ സൈക്കിളിൽ എത്ര എഡ്ജസുകൾ ഉണ്ടാവും? ഇപ്പോൾ നോക്കിയേ, ഇതൊരു ഡയറക്റ്റഡ് സൈക്കിളാണ്. ഈ സൈക്കിളിൽ ഇത് v1 കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ e1 ഉണ്ടാവും, ഇവിടെ e2 ഉണ്ടാവും, അങ്ങനെ ഇവിടെ ഇവിടെ എത്ര എഡ്ജസ് ഉണ്ട്? എഡ്ജസ് ഇവിടെ ഉണ്ട്. അതേപോലെ ഇവിടെ എത്ര എണ്ണം ഉണ്ടാവും? ഇവിടെ u1 കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു e1 ഉണ്ട്, ഇവിടെ ഒരു e2 ഉണ്ട്, അങ്ങനെ ഇവിടെ ഒരു v-1 ഇവിടെ ഒരു v-1. അപ്പോൾ ഈ v-1 എഡ്ജസ് ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എഡ്ജസും ഉണ്ട്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഞാൻ m ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു m-1 എഡ്ജസും ഉണ്ട് അല്ലേ. ഇനി ഈ രണ്ട് എഡ്ജസിനെയും കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താ m-1 + 2 ആയി. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് നമ്മൾ കണ്ടത് ഇവിടെ എഡ്ജസുകളുണ്ട്, ഇവിടെ m-1 എഡ്ജസ് ഉണ്ട്, ഇവിടെ 2 എഡ്ജസും ഉണ്ട്. ഇത് മുഴുവനായിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? l + m-1 + 2 എന്ന് പറയുമ്പോൾ l + m+1 എഡ്ജസുകളാണ് നമ്മുടെ ഈ സൈക്കിളും ഈ ലെങ്ത്തുള്ള ഈ ഒരു പാത്തും m ലെങ്ത്തുള്ള ഈ പാത്തും അതിനോട് ജോയിൻ ചെയ്ത് കിടക്കുന്ന 2 എഡ്ജസുകളും. മിനിമം 2 എഡ്ജസുകൾ അവരെ കണക്ട് ചെയ്യുന്ന വേണം അല്ലേ. അങ്ങനെ നമുക്ക് മിനിമം അവിടെ ഇത്ര എഡ്ജസുകളേ ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടിസസിനേക്കാളും കുറവായിരിക്കുമല്ലോ ഈ ഇതെന്നാണ്. ഇതിൻ്റെ ചുറ്റുമൊക്കെ ചിലപ്പോൾ വേറെയും വേർട്ടിസസൊക്കെ ഉണ്ടാവും. നമ്മൾ ആ ടോട്ടൽ വേർട്ടിക്സിൽ നിന്ന് ഒരു സൈക്കിളും ഒരു പാത്തും നമ്മളിങ്ങനെ പുറത്തേക്ക് എടുത്തേ ഉള്ളൂ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വേർട്ടിസസിനേക്കാളും എന്തായിരിക്കും? കുറവായിരിക്കും നമ്മൾ കണ്ടുപിടിച്ച l + m+1 എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം നമ്മുടെ എന്ന് പറയുന്നത് v/2 കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും? നമുക്ക് m-ഉം v/2 കുറവാണെന്ന് കിട്ടും. ഓക്കെ, l എന്ന് പറയുന്നത് v/2 l എന്ന് പറയുന്നത് ഈ സൈക്കിളിൻ്റെ ലെങ്ത്ത്, ഇത് v/2 കൂടുതലാണ്. ഈ m എന്ന് പറയുന്നത് v/2 കുറവാണ്. ഇതിലേക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടും. ഇനി നമുക്കൊരു എസ്സും ടിയും കാണണം. എസ് എന്ന് പറയുന്ന സെറ്റുള്ള ആൾക്കാർ ആരാണെന്നറിയോ? ടിയിലുള്ള സെറ്റുള്ള ആൾക്കാർ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ വിന്ന് ഈ ഒരു സൈക്കിൾ ഉണ്ടല്ലോ, ഇതിലേക്ക് കണക്ട് ചെയ്യുന്ന വേർട്ടെക്സ് ഉണ്ടാവുമല്ലോ, ഇവിടെയുള്ള വേർട്ടെക്സ് ഈ സൈക്കിളിലല്ലേ. ഇപ്പോൾ ഇവിടെ ഒരു v9 ഉണ്ടെങ്കിൽ 9 എന്ന് പറയുന്ന എലമെൻറ്റ് ഇവിടെ ഉണ്ടാവും, ടിയിലുണ്ടാവും. ഓക്കെ, ഇനി ഇവിടെ വേറൊരാളും കൂടി ഉണ്ട്, ഒരു v7 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 7 എന്ന് പറയുന്ന ആൾ ഇവിടെ ഉണ്ടാവും, ടിയിലുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ ടിയിലുള്ളത്. ഓക്കെ, ഇനി എസ്സിലുള്ള ആൾക്കാർ ആരാന്ന് വെച്ചാൽ ഇവിടുന്ന് കണക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അതിന് തൊട്ട് മുന്നേ ഉള്ള ആളെയാണ് നമ്മൾ എസ്സിലേക്ക് ഇടുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു v5 ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 4 ആയിരിക്കും നമ്മുടെ എസ്സിലുണ്ടാവുക. ഇനി വേറൊരാളുണ്ട്, ഇവിടെ ഒരു v1 നമ്മുടെ യുവിലുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ v1 തൊട്ട് മുന്നേ ആരാളെ ഉള്ളത്. അപ്പോൾ എവിടെ ഉണ്ടാവും? നമ്മുടെ എസ്സിലുണ്ടാവും. ഇനി v2 ഉണ്ടെന്ന് വിചാരിക്കുക. v2 ഉണ്ടെങ്കിൽ v1 ആയിരിക്കും എവിടെ ഉണ്ടാവുക? എസ്സിലുണ്ടാവുക.
അങ്ങനെ തൊട്ട് മുന്നേ ഉള്ള ആളാണ് നമ്മൾ എവിടേക്ക് ആഡ് ചെയ്യുക, എസ്സിലേക്ക് ആഡ് ചെയ്യുക. അങ്ങനെ നമ്മൾ എസ്സിനെയും ടീനെയും ഡിഫൈൻ ചെയ്ത് വെച്ചു. ഇനി എസ്സിനെയും ടീയിലെ ആൾക്കാർ 5 ആണ്. എസ് ഇൻ്റർസെക്ഷൻ ടി എന്ന് പറയുന്നത് 5 ആണെന്ന് കാണിക്കണം. എങ്ങനെയാണെന്നറിയോ? നമ്മൾ ഈ എസ്സിനെയും ടീനെയും സെയിം ആളാണെന്ന്, എസ് ഇൻ്റർസെക്ഷൻ ടി 5 ആണ്. കാരണം ഇനി എസ്സിലും ടീയിലും ഒരേ ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ എസ്സിലും ടീയിലുള്ള ആളാണ് ഒരു 4 എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ V4 എന്ന് പറയുന്ന ആൾ ഇവിടെ ഉണ്ടാവും. എസ്സിലുള്ള ആൾക്കാർ 4 ആണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ കണ്ടീഷൻ പ്രകാരം V5 ആയിരിക്കും ഈ യു ആയിട്ട് കണക്ട് ചെയ്യുക, അല്ലേ? V5 ആയിരിക്കും യു ആയിട്ട് കണക്ട് ചെയ്യുക. എന്നല്ലേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ഉള്ളൂ. 5 - 1 4. അപ്പോൾ എസ്സിൽ 4. ഓക്കെ. അപ്പോൾ V5 എന്ന് പറയുന്ന ആൾ യു ആയിട്ട് കണക്ട് ചെയ്യും, V4 എന്ന് പറയുന്ന ആൾ വി ആയിട്ട് കണക്ട് ചെയ്യും. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ ബിഗ്ഗസ്റ്റ് സൈക്കിളിന് കോൺട്രഡിക്ഷൻ ആയില്ലേ? ഇപ്പോൾ എനിക്കിതാ ഇങ്ങനെ ഒരു സൈക്കിൾ വരക്കാം, അല്ലേ? പക്ഷേ നമ്മളെടുത്തുള്ള നമ്മുടെ C ആണ് ഏറ്റവും വലിയ സൈക്കിൾ. അപ്പോൾ ഒരു കോൺട്രഡിക്ഷൻ ആയി. അപ്പോൾ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ രണ്ടാൾ ഈക്വൽ ആയിട്ടുള്ള രണ്ടാൾ എസ്സിലും ടീയിലും എടുക്കാൻ പറ്റില്ല. അപ്പോൾ എസ് ഇൻ്റർസെക്ഷൻ ടി എന്ന് പറയുന്നത് 5 ആണ്. എസ്സിലും ടീയിലും എന്തില്ല, ഒരേപോലത്തെ ആൾക്കാരില്ല. ഇനി ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ, നമ്മുടെ യുവിനെ നോക്കുന്നു. യുയിലേക്ക് വരുന്ന വെർട്ടെക്സ്, യുയിലേക്ക് ഡയറക്ഷൻ വരുന്ന എഡ്ജസുകളെ നമ്മൾ നോക്കാം. യുയിലേക്ക് ഡയറക്ഷൻ വരുന്ന മാക്സിമം എത്ര ആൾക്കാർ വരെ വരാം? ഇപ്പോൾ ഇവിടെ ഈ ഗ്രാഫിൽ ഒരാളെ വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ V2 എന്ന് വരാം, V1 എന്ന് വരാം, VL എന്ന് വരാം. അങ്ങനെ ഈ സൈക്കിളിൽ നിന്ന് എല്ലാവരും ഇങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന വിചാരിക്കുക, അസ്യൂം ചെയ്യുക. അതേപോലെ ഈ പിയിലുള്ള എല്ലാവരും ഇതേപോലെ ഇങ്ങോട്ടേക്ക് വന്നെന്ന് വിചാരിക്കുക. ഇതിൽ മാക്സിമം വരാനുള്ള സാധ്യത എന്ന് പറയുന്നത്, അപ്പോൾ N- of U എന്ന് പറയുന്നത് എന്നിലേക്ക് വരുന്ന യുയിലേക്ക് വരുന്ന ആൾക്കാർ, യുയിലേക്ക് ഡയറക്ഷൻ വരുന്ന വേർട്ടെക്സിൻ്റെ മാക്സിമം എണ്ണമെന്ന് പറയുന്നത് ഈ പിയിലെ മുഴുവൻ ആൾക്കാരും വരാം, സിയിലെ മുഴുവൻ ആൾക്കാരും വരാം. അതാണ് മാക്സിമം എന്ന് പറയുന്നത്. മുഴുവൻ ആൾക്കാർ വരണമെന്നില്ല, അതായിരിക്കും മാക്സിമം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഈ യുവിനെ നമ്മൾ ഈ സൈക്കിൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു യുയിലേക്ക് വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഇതാ ഈ പോയിന്റ് നമ്മളിങ്ങനെ വരുന്ന ആൾക്കാരെ നമ്മൾ എന്ത് ഡിനോട്ട് ചെയ്തു? എസ് എന്ന് ഡിനോട്ട് ചെയ്തു, അല്ലേ? എസ്സിൽ ശരിക്കും I ആണെങ്കിൽ VI-1 ആണ്. ഇവിടെ V3 ആണെങ്കിൽ നമ്മൾ V2നെയാണ് നമ്മൾ എസ്സിൽ ആഡ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കുമല്ലോ. ഓക്കെ, ഇവിടെ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ തന്നെയല്ലേ, ജോയിൻ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം തന്നെയല്ലേ നമ്മുടെ എസ്സിലുണ്ടാവുക. അപ്പം നമുക്കിവിടെ എണ്ണത്തിനെ ഇവിടെ എന്തിന് ഈക്വലാണെന്ന് പറയാൻ പറ്റും? എസ്സിലുള്ള ആൾക്കാരുടെ എണ്ണത്തിന് ഈക്വലാണെന്ന് പറയാൻ പറ്റും. അപ്പം നമ്മളിനി ഈ യുവിനെ നോക്കാം. യുയിലേക്ക് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മുടെ ഈ മോഡ് എസ്സിലുള്ള ആൾക്കാരായിരിക്കും വരിക. മോഡ് എസ്സിലുള്ള ആൾക്കാർ, മോഡ് എസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നുള്ള ആൾക്കാർ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ആൾക്കാർ, പ്ലസ് DP- of U എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള പിയിൽ നിന്ന് യുയിലേക്ക് വരുന്ന ഈ ഡയറക്ഷനുള്ള ആൾക്കാർ, അതായിരിക്കും നമ്മുടെ യുയിലേക്ക് വരുന്ന ആൾക്കാരെന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? DT- of U എന്ന് പറയുന്നത് യുയിലേക്ക് ഡയറക്ഷൻ വരുന്ന ആൾക്കാർ, യുവിൻ്റെ ഉള്ളിലേക്ക് ഡയറക്ഷനുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഇവിടുന്ന് എസ്സിലുള്ള ആൾക്കാരും പിന്നെ ഇവിടെ ഈ പി എന്ന് പറയുന്ന ഈ ഒരു പാത്തിൽ നിന്ന് യുയിലേക്ക് വരുന്ന ആൾക്കാരുമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്കറിയാം ഏറ്റവും മിനിമം ഡിഗ്രി എന്ന് പറയുന്നത് V/2നേക്കാളും വലുതാണ്. നമുക്കിവിടെ തന്നിട്ടുണ്ട് ഏറ്റവും മിനിമം ഡിഗ്രി എന്ന് പറയുന്നതും V/2നേക്കാളും വലുതാണ്. ഇനി ഡെൽറ്റ മൈനസ് എന്ന് പറയുന്നത് ഏറ്റവും മിനിമം ഡിഗ്രി ആണല്ലോ, ഒന്നെങ്കിൽ അതിനോട് ഈക്വലോ വലുതോ ആയിരിക്കും നമ്മുടെ യുവിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, യുവിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് DT- of Uന് പകരം ഇനി എന്ത് എഴുതാൻ പറ്റും? DT- of U എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ V/2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ DP- of U നോക്കാം. DP- of U എന്ന് പറഞ്ഞാൽ ഈ വേർട്ടെക്സ് നമ്മൾ ഈ ഒരു പാത്തിലെ യുവിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതെന്ന് പറയുന്നത് എമ്മിനേക്കാളും ചെറുതോ ഈക്വൽ ആയിരിക്കും. എം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗ്രാഫിൻ്റെ ലെങ്ത്ത്. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എം ആയിരിക്കും. എല്ലാവരും വരണം നിർബന്ധമില്ല, എല്ലാ വേർട്ടെക്സിൽ നിന്നും യുയിലേക്ക് ഒരു കണക്ഷന് അങ്ങോട്ടേക്ക് തന്നെ ഡയറക്റ്റ് ചെയ്യുന്ന കണക്ഷൻ ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പോൾ DP- of U എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എം ആവാം അല്ലെങ്കിൽ എമ്മിനേക്കാളും കുറവാകും. അപ്പോൾ <= M. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇതിലേക്ക് അങ്ങ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും നോക്കിയേ നിങ്ങൾ. ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക്
മോഡ് എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു v/2 മൈനസ് എം എന്ന് വരും. സിമ്പിൾ മാത്തമെറ്റിക്സ് ആണ്, ഇത് അപ്ലൈ ചെയ്താൽ മതി. അതേപോലെ തന്നെ സെയിം ആർഗ്യുമെൻറ്റ് നമ്മൾ നടത്തുമ്പോൾ മോഡ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു v/2 മൈനസ് എം എന്ന് വരും. ഓക്കെ, ഇനി മോഡ് എസും മോഡ് ടിയും നോൺ എം ടി ആണല്ലോ, നോൺ എം ടി ആണ്. നമ്മൾ ഇവിടെ പറഞ്ഞു എം എന്ന് പറഞ്ഞാൽ v/2 ചെറുതാണ്, എൽ എന്ന് പറഞ്ഞാൽ v/2 കൂടുതലാണ്. അപ്പോൾ നമുക്ക് മോഡ് എസ് പ്ലസ് മോഡ് ടി എന്ന് പറയുന്നത് എന്തായാലും നോൺ എം ടി ആണെന്ന് നമുക്കറിയാം. ഇനി ഈ രണ്ട് കാര്യങ്ങൾ നമ്മളങ്ങ് ആഡ് ചെയ്യുക. ഇവർ രണ്ടുപേരെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? മോഡ് എസ് പ്ലസ് മോഡ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു v-2m എന്ന് വരും. അത് നമ്മൾ നേരെ ഇവിടേക്ക് അങ്ങ് അപ്ലൈ ചെയ്യാം. ഇവിടേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോഡ് എസ് പ്ലസ് മോഡ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു l-m+1 എന്ന് വരും. ഓക്കെ, ഇനി നമുക്കറിയാം മോഡ് എസ് യൂണിയൻ ടി എന്ന് പറയുന്നത് എന്താ? മോഡ് എസ് പ്ലസ് മോഡ് ടി മൈനസ് മോഡ് എസ് ഇൻ്റർസെക്ഷൻ ടി എന്നാണ്. പക്ഷേ എസ് ഇൻ്റർസെക്ഷൻ ടി 5 ആണെന്ന് നമുക്കറിയാലോ. അപ്പോൾ മോഡ് എസ് യൂണിയൻ ടീനെ നമുക്ക് എങ്ങനെ എഴുതാം? മോഡ് എസ് പ്ലസ് മോഡ് ടി എന്ന് എഴുതാമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് മോഡ് എസ് പ്ലസ് മോഡ് ടീനെ മോഡ് എസ് യൂണിയൻ മോഡ് ടീനെ എഴുതാൻ പറ്റും. ഇനി ഇത്രയും നമ്മൾ പറഞ്ഞു വെച്ചു. ഇനി എസ്സും ടിയും ഡിസ്ജോയിൻറ്റും ആണ്, നോൺ എം ടി ആണ്. എസ്സിലും ടിയിലും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, പക്ഷേ ഈ രണ്ട് പേരും എന്താവില്ല, ഈക്വൽ ആവില്ല. അപ്പം ഞാൻ എസ്സിൽ ഐ ഉണ്ടെന്ന് വിചാരിക്കുക. എസ്സിൽ ഐ എന്ന് പറഞ്ഞ ടേം ഉണ്ടെങ്കിൽ, എസ്സിൽ ഐ ഉണ്ടെങ്കിൽ യു ആയിട്ട് കണക്ട് ചെയ്യുന്ന ഈ വെർട്ടെക്സ് ഏതായിരിക്കും? i+1 ആയിരിക്കും അല്ലേ? ഇവിടെ ഒരു i+1 ഉണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരൊന്നും എവിടെ ഈ യു ആയിട്ടോ വി ആയിട്ടോ കണക്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം. ഇവിടെയുള്ള ടേം ഉണ്ടാവുമല്ലോ, അതിന് ഞാനൊരു i+k എന്നും വിളിക്കുന്നു. ഓക്കെ, ഇവിടെ ഒരു i+1 ആയിട്ട് യു ജോയിൻ ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു i+k ആയിട്ട് വിയും ജോയിൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഞാൻ ജെ എന്ന് വിളിക്കുകയാണ്, ഈ ജെ ഒന്നും ഇവരായിട്ടൊന്നും കണക്ട് ചെയ്യത്തുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റുമെന്നറിയോ? മോഡ് കെൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണെന്ന് പറയാൻ പറ്റും. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ വലിയൊരു 100 വേർട്ടെക്സ് ഉള്ള വലിയൊരു സൈക്കിൾ നമ്മൾ എടുത്തു. ഓക്കെ, ഇവിടെ 1 2 3, ഇവിടെ 99, ഇവിടെ 100. എന്നിട്ട് ഞാനിതാ ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയുണ്ട് കുറേ ആൾക്കാർ. ഇവിടെ ഒരു 3 ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എത്ര ആൾക്കാരുണ്ട്? ഇതിൻ്റെ ഉള്ളിൽ ഒരു 97 ആൾക്കാരുണ്ടാവും അല്ലേ? ഒരു 98 ആൾക്കാരുണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ 98 വേർട്ടെക്സ് ഉണ്ടാവും. ഇവിടെ ആകെ 3 വേർട്ടെക്സേ ഉള്ളൂ. ഇവിടെ ഒരു 101, 102, 103, ഇത്രയും വേർട്ടെക്സാണ് ഉള്ളത്. ഇനി നിങ്ങൾ അസ്യൂം ചെയ്തേ കെ എന്ന് പറയുന്നത് എമ്മിനേക്കാളും ചെറുതായിരിക്കണം എന്നാണ് പറയുന്നത്. കെ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ആൾക്കാരെയാണ് നമ്മൾ കെ എന്ന് വിളിച്ചല്ലേ, i+k എന്നാണ് പറഞ്ഞത്. അപ്പോൾ കെ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആവണം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എം ആയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ? മോഡ് എസ് യൂണിയൻ ടി എന്ന് പറയുന്നത് l-m+1 വലുതാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ മോഡ് എസ് യൂണിയൻ ടിയിൽ എത്ര ആൾക്കാരുള്ളത്? 2 ആൾക്കാരില്ലേ? ഇവിടെ ഒരാളും ഇവിടെ ഒരാളും. 2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു l-m. l എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് എത്രയാണ്? ഇവിടെ 100 ആണ്. -m ഇവിടെ 3 ആണ്, +1 m എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്ത്. ഇപ്പോൾ എന്ന് വന്നു 2 എന്ന് പറയുന്നത് 98 വലുതാണെന്നാണ് നമുക്ക് കിട്ടിയത്. അത് കോൺട്രഡിക്ഷൻ ആയില്ലേ? അപ്പോൾ നമ്മളുടെ ഈ കെ എന്ന് പറയുന്ന ലെങ്ത്ത് ഒരിക്കലും ഈ ലെങ്ത്തിനേക്കാളും കൂടാൻ പാടില്ല. ഓക്കെ, എക്സാമ്പിൾ വെച്ച് പറഞ്ഞതാണ്. അപ്പോൾ കെ എന്ന് പറയുന്ന ലെങ്ത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആയിരിക്കണം എപ്പോഴും. കെൻ്റെക്കാളും വലുതായിരിക്കണം എമ്മിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കിയേ, കെനേക്കാളും വലുതാണ് എമ്മിൻ്റെ ലെങ്ത്തൊക്കെ നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ ഈ ഗ്രാഫിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കിതാ പുതിയൊരു സൈക്കിൾ കിട്ടി. ഇങ്ങനെ ഈ സൈക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ സി എന്ന സൈക്കിളിനേക്കാളും വലിയ സൈക്കിളാണ്. അപ്പോൾ കോൺട്രഡിക്ഷനായി.